ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് കുറച്ചൊക്കെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം സത്യം പറഞ്ഞാൽ കസ്റ്റേർഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ് പഴമായിട്ട് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് ഒരു പഴം അതുപോലെ ഒരു ആപ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ പാലും ഇല്ലായിരുന്നു. പിന്നെ പാലിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൂട്ടിയത്. അപ്പോൾ ഞാൻ ഇതാണ് കസ്റ്റാർഡിനെടുത്തത് കേട്ടോ. അപ്പോൾ കസ്റ്റാർഡിൻ്റെ പൊടി കട്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിച്ചാൽ പോരെ. അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഞാൻ ഫ്രീസറിലിരുന്നു കേട്ടോ വെച്ചിരുന്നത് ആപ്പിളും അതുപോലെ പഴവും. അത് ഞാനൊരു ചെറിയ ബൗളിലൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് ബൗളിലൊക്കെ ഇട്ടിട്ട് ഈ കസ്റ്റാർഡ് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം കടി ഇതായിരുന്നു, കസ്റ്റാർഡായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നന്നായിട്ട് കഴിച്ച് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാനൊരു പ്രൊഡക്റ്റ് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല അടിപൊളി മിഠായി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി, കുട്ടികൾക്കും ഇഷ്ടമാണ് ബട്ടറിൻ്റെ മിഠായിയാണ്. അപ്പോൾ ഞാൻ ഈ മിഠായിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ മിഠായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏത് മിഠായി എന്ന് കാണിച്ചിട്ടേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ. അപ്പോൾ എന്താണ് ഇതാണ് ഫെദേഴ്സ് ഒറിജിനലിൻ്റെ ബട്ടർ ക്യാൻഡീസ് ആണ് കേട്ടോ. സോഫ്റ്റ് ക്യാൻഡീസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ എത്ര അറിയോ? 400 രൂപേൻ്റെ അടുത്തുണ്ട് ഈ ഒരു പാക്കറ്റിന്. അതും എന്താണ് 100 ഗ്രാമിൻ്റെ മുട്ടായി പാക്കറ്റിന് കേട്ടോ. 100 ഗ്രാമിൻ്റെ പാക്കറ്റിന് 400 രൂപ റേറ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് മിഠായി. അപ്പോൾ ഇത് അലിഞ്ഞേക്കണ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഇതാണെങ്കിൽ ബട്ടർ ക്യാൻഡി ആയതുകൊണ്ട് എന്താണ് ബട്ടറിൻ്റെ ആ കടലാസിലൊക്കെ അതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ട് അപ്പോൾ ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മിഠായിയാണ്. റേറ്റ് കുറച്ച് കോസ്റ്റ്ലിയാണ്. റിച്ചുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. പൈസ അത്യാവശ്യം കയ്യിലുള്ളവർക്കേ വാങ്ങാൻ പറ്റുള്ളൂ.